വീടുകളുടെ ലക്ഷ്യത്തോടെ സാറേ എമ്മിനാട്ടില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു ബസ് ഒരു കാര്യമാണ് അത് അങ്ങനെ ഞങ്ങൾ ചോറും തന്നെയെല്ലാം വരിക സാറേ അത് ഞങ്ങൾക്ക് കാരണം തന്നെ പറ്റൂ സാറേ ചെയ്യണം പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ, നിങ്ങളോട് നൽകിയ സ്നേഹോഷ്ണമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നിങ്ങളോടൊപ്പം മകനായി, സുഹൃത്തായി, വഴികാട്ടിയായി എന്നും കാണും എന്നൊരു വാക്ക് 2.5 വർഷം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് അതേ വാക്ക് ഞാൻ പൂർത്തീകരിച്ചു. ഇവിടെ ഇരിക്കുന്ന ഈ വീടടക്കം 48ഓളം വീടുകൾ ഈ മണ്ഡലത്തിൽ ചെയ്തു എന്നുള്ള അഭിമാനമായിരിക്കും. മറ്റുള്ളവർ ഇവിടെ 2 വീട് ഞാൻ ചെയ്തു എന്നാണ് പറഞ്ഞു നടക്കുന്നത്. ഈ കോളനി നിവാസികൾ നിങ്ങൾക്കെന്നറിയാം, വീടടുത്ത് ഈ കോളനിയിൽ മാത്രം ഒരു വീട് ഞാൻ ചെയ്തു. അപ്പോൾ പുതുപ്പള്ളിയിൽ എത്ര വീട് ചെയ്തു കാണും എന്ന് നിങ്ങൾ സ്വാഭാവികമായിട്ട് ഊഹിക്കുക. ഇനി ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, അത് 200 വീടുകൾ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു കാരണവശാലും ഫ്ലെക്സോ ബാനറോ പോസ്റ്ററോ ഉപയോഗിക്കത്തില്ല എന്നുള്ള വാക്ക് പറഞ്ഞത്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത് അതുകൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ വലിയ വോട്ടിന് കൈപ്പത്തി ചിഹ്നത്തിൽ നൽകി വിജയിപ്പിക്കുക. അങ്ങനെ വിജയിച്ചാൽ ഈ നാടിനോടൊപ്പം ഞാൻ കാണും. എന്റെ പിതാവ് ഉണ്ടായിരുന്ന പോലെ എന്റെ പിതാവ് ഇന്ന് നമ്മളോടൊപ്പം ശാരീരികമായില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ ഞാൻ നിങ്ങളോടൊപ്പം കാണും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾ നൽകിയ ഹൃദയമായ കടന്നുവരുന്നു. കടന്നുവന്ന വരിക്കാരുകളിൽ ആപാലപ്പെടുത്ത ജനങ്ങൾ നൽകിയ സ്നേഹോഷ്മളമായ സ്വീകരണത്തിന് അദ്ദേഹത്തിന്റെ നന്ദിയുടേതായ അർപ്പിച്ചുകൊണ്ട് ജനസ്ഥരായ സാരഥി ജാതിയുള്ളതായി വാഹനത്തിൽ പിന്നാലെ കടന്നുവരുന്നു. ഭവനരഹിതമില്ലാത്ത പുതുപ്പള്ളി എന്ന മഹാപ്രശ്നത്തിലേക്കുള്ള പ്രയാണമായിക്കൊണ്ട് കഴിഞ്ഞുപോയ 2.5 വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. കടന്നു വന്ന വഴിത്താരകച്ചിൽ പൈലറ്റ് പിന്നാലെ കടന്നു വരുന്നു.
നമ്മുടെ പ്രിയപുത്രൻ ചാണ്ടി ഉമ്മനിതാ കടന്നു വരുന്നു. മീനടത്തിന്റെ മണ്ണിലൂടെ സച്ചിൻ പൈലറ്റ് ഇതാ കടന്നു വരുന്നു. കടന്നു വന്ന വഴിത്താറുകളിൽ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. കടന്നു വന്ന വഴിത്താരകളിൽ ആബാലവൃദ്ധം ജനങ്ങൾ നൽകിയ സ്നേഹോത്സവമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ വാക്കുകൾ നന്ദിയും നന്ദിയുടേതായിരം പൂച്ചെണ്ടുകളും അർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഗുരുജനങ്ങളെ ഇവിടെ വരുവാനും ഞങ്ങളുടെ ഉഷ്ണമായ സ്വീകരണം ഏറ്റുവാനും മുന്നോട്ട് സകലം മുന്നോട്ട് 48 വീടുകൾ നമുക്ക് നാടിനു വേണ്ടി ചെയ്യാൻ സാധിച്ചത്. ഇനി 200 വീടിലേറെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വിലയേറെ വോട്ട് നൽകി എന്നെ വിജയിപ്പിച്ച നിങ്ങളോടൊപ്പം മകനായ സുഹൃത്തായി എന്നും കാണും എന്ന് വാക്ക് പറഞ്ഞുകൊണ്ട് പ്രിയങ്കരനായ അഡ്വക്കേറ്റ് ചാണ്ടിയുമ്മൻ നിങ്ങളെ നേരിൽ കാണുവാനും അനുഗ്രഹ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങുവാനും സ്വീകരണത്തിന് ഭാഷകൾ നന്ദിയും നന്ദിയുടേതായിരം ചട്ടുകളും അർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട അവർകൾ, പ്രിയപ്പെട്ട ചാക്കോ അവർകൾ, പ്രിയപ്പെട്ട ഇവിടെ വരുവാനും നിങ്ങളോടൊപ്പം ആയിരിക്കുവാനും കൊണ്ടാണ് 35 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് സമർപ്പിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന മുന്നണി പോരാളി ചാണ്ടി ഉമ്മനിതായി വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. നമ്മളോടൊപ്പം രാജസ്ഥാനിൽ നിന്നും ഹരിയാനയിൽ നിന്നും ആൾക്കാരുണ്ട്. വീട്ടിൽ രവീന്ദ്ര ദത്ത്, അദ്ദേഹം രാജസ്ഥാനിൽ നിന്നും ജോധ്പൂർ, അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന അശോക് ഗെഹ്ലോട്ടിന്റെ വലതുകൈയാണ്. അതുപോലെ തന്നെ രാംദയാൽ ഞങ്ങളോടൊപ്പം ഭാരത് ജോഡോ യാത്രയിൽ രാജസ്ഥാനിൽ നിന്നുള്ള വ്യക്തിയാണ്. അദ്ദേഹം രാംദയാൽ കന്യാകുമാരി മുതൽ കശ്മീർ വരെ എന്നോടൊപ്പം രാഹുൽജിയോടൊപ്പം നടന്ന വ്യക്തിയാണ് ശ്രീ രാംദയാലും രവീന്ദ്രദത്തും. അതുപോലെ തന്നെ ശ്രീ രജനീഷ്, അദ്ദേഹം ഹരിയാന നിവാസിയാണ്. വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. വ്യക്തമില്ലാത്തതുമായ കുഞ്ഞാടിന് ഞങ്ങളുടെ മശിയ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നീ ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനും കൊല്ലപ്പെട്ടവനും സംഹാരങ്ങളെ ജീവകരമായ ഭാഷകൾ നന്ദിയും നന്ദിയുടേതായിരം പൂച്ചെണ്ട് അതിനല്ലേ ഇങ്ങോട്ട് വന്നേ. ഇവിടെ ഏറ്റവും കൂടുതൽ ശരി.
മുന്നേറ്റ കുതിപ്പോടുകൂടി ഇതാ ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ നിങ്ങളെ കാണുവാൻ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സാരഥി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സാരഥി കൈപ്പത്തിയിൽ നിങ്ങളുടെ മനസ്സിന്റെ മനസാക്ഷിയുടെ അംഗീകാരങ്ങൾ കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം നേരിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സാരഥി ചാണ്ടി ഉമ്മനിത കടന്നു വരുന്നു. നന്ദിയുടേതായിരം വോച്ചന്റുകൾ അർപ്പിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന മുന്നണി പോരാളി ചാണ്ടി ഉമ്മനിതായി വാഹനത്തിൽ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. നിങ്ങളെ കാണുവാൻ, നിങ്ങളോട് സംസാരിക്കുവാൻ, നിങ്ങളുടെ വളരെ വിലയേറിയ ഓരോ സമ്മതിദാന അവകാശങ്ങളും നേരിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന മുന്നണി പോരാളി ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സാരഥി ചാണ്ടി ഉമ്മനിത കടന്നു. ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നിങ്ങളോടൊപ്പം മകനായി, സുഹൃത്തായി, സഹോദരനായി എന്നും കാണും എന്ന് വാക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾ 2.5 വർഷം മുമ്പ് പറഞ്ഞത് വാക്ക് ാണ് ഫ്ലെക്സോ ബാൻഡ്രോ സുസ്മേരഭരതനായി കടന്നു വരികയായി 35 ലക്ഷത്തിൽ പരം രൂപ വിവിധ വിദ്യാർത്ഥികൾക്കായി സ്കോളർഷിപ്പുകളായി നൽകിക്കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥി. വലിയായ സന്തോഷം, വലിയൊരു അഭിമാനം. നിങ്ങളുടെ വലിയൊരു വോട്ടുകൾ പ്രതീക്ഷിക്കുന്നു. 2.5 വർഷം മുമ്പ് ഞാൻ സർക്കാർ കേന്ദ്രത്തിലും കേരളത്തിലുമില്ല, ഇല്ലാഞ്ഞിട്ടുമാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ഇനി കാൽനടയായി കടന്നു വരുന്നു. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. നമ്മെ അറിയുന്ന, നമ്മുടെ നാടിനെ അറിയുന്ന, നമ്മുടെ നാടിന്റെ ഓരോ നാഡീസ്പന്ദനങ്ങളും അറിയുന്ന പുതുപ്പള്ളിയുടെ പ്രിയങ്കരനായ സാരഥി ചാണ്ടിയും സാരഥി ജനമനസ് തൊട്ടറിഞ്ഞ ജനനായകൻ ശ്രീ ചാണ്ടി ഉമ്മനിത കടന്നു വരികയാണ്. നിങ്ങൾ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണ ശ്രീ ചാണ്ടി ഉമ്മനുണ്ടായിരിക്കണം. ഒരു മകനായി, സഹോദരനായി കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളോടൊപ്പം ഉണ്ടായ അദ്ദേഹം ഇനിയും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്.
നിങ്ങളുടെ കരുത്തനായ സാരഥി ശാന്തിയും വലുതാ കടന്നു വരുന്നു. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾ നൽകിയ ശ്രീഘോഷമായ സ്വീകരണത്തിന് അദ്ദേഹത്തിന്റെ വാക്കുകൾ പറയുക. നിങ്ങളോടൊപ്പം മകനായി സുഹൃത്തായി വഴികാട്ടി എന്നും പറഞ്ഞുകൊണ്ട് മകനായി സുഹൃത്തായി വഴികാട്ടിയായി കാണും എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിരുന്നു. അത് പൂർത്തീകരിച്ചുകൊണ്ട് 2.5 വർഷക്കാലം നേരിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ വലിയ വിജയം നൽകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം നൽകുന്നു. നന്ദി, നമസ്കാരം. സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, നിങ്ങൾ നൽകിയ സ്നേഹമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുക. നിങ്ങളുടെ മകനായി സഹോദരനായി ഞാൻ എന്നും കാണുമെന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നു. അത് പൂർത്തീകരിച്ചുകൊണ്ട് 32 അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ സ്നേഹോഷ്മമായ സ്വീകരണത്തിന്, നിങ്ങളെ കരുതുന്ന സ്നേഹത്തിന്, എന്റെ പിതാവിന്റെ മരണശേഷം നിങ്ങൾ എന്നെ ചേർത്ത് പിടിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചോദിക്കുന്നു. കൈപ്പതിശനത്തിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങളോടൊപ്പം ഈ ദിവസമായിരിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം. 2.5 വർഷം മുമ്പ് ഞാൻ വന്നപ്പോൾ ഒരു വാക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി നമ്മുടെ ഗാന്ധിയമ്മനെ വിജയിപ്പിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇതാ ഈ വാഹനത്തിനോട്ട് പിന്നാലെ നമ്മുടെ പ്രിയങ്കരനായ ജനനേതാവ് ഗാന്ധിയമ്മ നമ്മെ കാണുവാൻ നിങ്ങളുടെ വോട്ടുകൾ അഭ്യർത്ഥിച്ചുകൊണ്ട്, നിങ്ങളെ നേരിൽ കണ്ട് വോട്ടുകൾ അഭ്യർത്ഥിക്കുന്നതിനായി, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ തേടുന്നതിനായി ചാണ്ടിയും ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയായി. കടന്നു വന്ന് വഴിത്താറുകളിൽ സ്വീകരണങ്ങൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് വോട്ടുകൾ അഭ്യർത്ഥിക്കുന്നതിനായി നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ അഭ്യർത്ഥിക്കുകയാണ്. മനസ്സുകളോ നിറയാനൊരുവൻ പുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ടും അപേക്ഷിച്ചുകൊണ്ടും പുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾ നൽകിയ കൃത്യമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഞങ്ങളൊപ്പം മകനായി സഹോദരനായി സുഹൃത്തായി അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ഇതാ ചാണ്ടിയും കൈയുടെ അടയാളത്തിൽ നമുക്കറിയാം, പ്രിയപ്പെട്ടവരെ, 2013 ആ കണ്ണൂരിന്റെ മണ്ണിൽ ആ കല്ലേറാക്രമണത്തിൽ മുഖ്യമന്ത്രിയുടെ കാറിന്റെ ചില്ല് തകർന്ന് അദ്ദേഹത്തിന്റെ നെറ്റിയിലേക്ക് കല്ല് പറഞ്ഞ് ചോര വാർന്നടിച്ചപ്പോഴും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞത്, എന്റെ ദേഹത്തോട് ഒരു തള്ളി ചോര പൊടിഞ്ഞതിന്റെ പേരിൽ കേരളത്തിൽ നടത്തുന്ന ആക്രമണം നടക്കരുത്, കേരളത്തിൽ നടത്തുന്ന നിക്ഷേപം നടക്കരുത്, കേരളത്തിലെ ജനങ്ങളെ സ്തംഭിക്കരുത് എന്നൊരു മുഖ്യമന്ത്രി പറഞ്ഞൊരു മുഖ്യമന്ത്രി ഒരു വശത്ത് നിൽക്കുമ്പോൾ കണ്ണൂരിൽ ഡിവൈഎഫ്ഐക്കാരുടെ ആക്രമണം അണിചാടിയപ്പോൾ അതിനെ മറ്റൊരു മുഖ്യമന്ത്രി
പ്രിയപ്പെട്ട സഹോദരി എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വരുവാനും സത്യം പറഞ്ഞാൽ പുതുപ്പള്ളിയിൽ അവസാനത്തെ പഞ്ചായത്തൂടെ ഉള്ളൂ, ഇനി ഊരപ്പട കൂടി ഉണ്ട്. ഒരിടത്തും ഇത്ര ആവേശം നിറഞ്ഞൊരു നടന്നുപോയി പതിസഞ്ചേരിയൊക്കെ നോക്കുന്നുണ്ട്. യാഥാർത്ഥ്യമാണ് ഇത്രയേറെ ആവേശമുള്ള ഒരു സ്വീകരണം. ഇതൊക്കെ നേരത്തെ അവിടെയൊക്കെ പോയിട്ടുള്ളതാണ്. ഗിരീഷേട്ടനൊക്കെ നോക്കുന്നുണ്ട്. കാര്യമില്ല. മീനടത്തെ ആൾക്കാരെ കുറിച്ച് രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ, വിജയത്തിനകമണിയിക്കണമേ, വിജയ സമാനങ്ങളിലേക്ക് ആനയിക്കണമേ എന്ന വിനയ പുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ വാഹനത്തിന് പിന്നാലെ അവിടെ വികാസിയായ നമ്മുടെ പ്രിയപ്പെട്ട മുഴുവൻ ആൾക്കാരെയും ഏപ്രിൽ 9 കിഴക്ക് ചക്രവാളത്തിൽ സൂര്യൻ ഉദിക്കുമ്പോ നിങ്ങളുടെ ഓരോ വോട്ടും കൈപ്പത്തി എന്ന പൊന്നടയാളത്തിലാകണമെന്ന വലിയ പുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ടും അപേക്ഷിച്ചുകൊണ്ടോ ഐക്യജനാധിപത്യ മുന്നണി സാന്നിധ്യത്തിൽ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ മനസ്സാക്ഷിയുടെ അംഗീകാരം രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ, വിജയത്തിനകമണി ആളുകൾ, അല്ലെങ്കിൽ ഹുസിനെ പോലെയുള്ള ആളുകൾ, വിനോദിനിയെ പോലെയുള്ള ആളുകൾ, ഉസയെ പോലെയുള്ള ആളുകൾ, ഇവരെല്ലാം നിങ്ങളുടെ മനസ്സിൽ എക്സലന്റ് പെർഫോമൻസ് ആയിരുന്നു എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഈ യുഡിഎഫും ഇതേപോലെ മെയ് 5-ാം തീയതി പുതിയ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ഒരുമിച്ചുകൊടുക്കുകയായിരിക്കും എന്നുള്ള സന്തോഷം, ആ സന്തോഷത്തിന്റെ ദിവസങ്ങളാണ് നമുക്ക് വരുന്നത്. പക്ഷേ നമുക്ക് വിശ്രമിക്കുവാൻ സമയമില്ല. ബൂത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് കടന്നു വന്നിരിക്കുന്നത്. ഞങ്ങളുടെ വലിയ വോട്ടുകൾ കൈപ്പൊത്തിച്ച് നൽകി എന്നെ വിജയിപ്പിന് അർപ്പിച്ചുകൊണ്ട് വലിയ കൂടി മീനടത്തിന് നന്ദി പറയുന്നു. മീനടത്തിന്റെ പ്രിയപ്പെട്ട മുൻ പ്രസിഡന്റ്, പ്രിയപ്പെട്ട മോൻഷൻ കക്കേട അടക്കമുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്, പ്രിയപ്പെട്ട കളിയാക്കാരനൊക്കെ എല്ലാവരെയും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇന്ന് കടന്നു വന്ന എല്ലാവർക്കും പ്രത്യേകം ഹൃദയത്തിന്റെ ഭാഷ നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ വീണ്ടും വരുവാനും ഇത്രയും നല്ല പരിപാടി നടത്തുവാനും സാധിച്ചുള്ള അതിയായ സന്തോഷം, അതിയായ അഭിമാനം. മീനടം എന്നും യുഡിഎഫിന്റെ ശക്തി ദുർഗമാണ്. ഇനിയും ശക്തി ദുർഗമായി തുടരും. ഒരു കോട്ടയ്ക്കും ഒരാൾക്കും ഈ കോട്ടയെ തകർക്കാൻ പറ്റുന്നില്ല. യുഡിഎഫിന്റെ കോട്ടയായി തുടരും. അത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ചെയ്തു. എല്ലാം
മതി. ജോസൂട്ടി നല്ല വെള്ളമായിട്ട് തൊപ്പി വെച്ചോണ്ടിരിക്കും. നിങ്ങൾ ശരിക്കാത്ത ഇന്ദ്രാന്റെ അടുത്ത് ഇവിടെ പരിപാടി കാണും. ചുമ്മാ വണ്ടിക്കകത്ത് കയറി എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറിലായിരുന്നോ?